നമസ്കാരം. ഭാഗ്യം, വിജയം എന്നിവ ഒരിക്കലും നമ്മുടെ കൈകളിലല്ല. 90% നമ്മുടെ കഷ്ടപ്പാടും ബാക്കി 10% ഭാഗ്യത്താലുമാണ് വിജയം നേടുന്നത്. നമുക്ക് ചുറ്റും പല തരത്തിലുള്ള വ്യക്തികളുണ്ട്. എവിടെയും ചിലർ വിജയിക്കുകയും എന്നാൽ ചിലർക്ക് പരാജയം സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ കയ്യിൽ ചില അടയാളങ്ങൾ മഹാഭാഗ്യമായി തന്നെ കരുതുന്നു. അപൂർവം വ്യക്തികൾക്ക് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന 3 ചിഹ്നങ്ങൾ കാണുന്നത്. 3-ൽ ഒന്നെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിജയവും ജീവിതത്തിൽ സൗഭാഗ്യവും അനുഭവിക്കുവാൻ യോഗം അവർക്ക് വന്നു ചേരും. ഒരിക്കലും ഈ വ്യക്തികൾക്ക് ഉള്ളതുപോലെ കൈരേഖകൾ ഏവർക്കും ഉണ്ടാകണം എന്നില്ല. അതിനാൽ ഹസ്തരേഖാ ശാസ്ത്രം സത്യമുള്ള ശാസ്ത്രം തന്നെയാകുന്നു. ഈ വീഡിയോയിലൂടെ കയ്യിൽ ഭാഗ്യം ചെയ്തവർക്ക് മാത്രം തെളിയുന്ന ചിഹ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ കൈകളിൽ ഈ ചിഹ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആദ്യത്തെ ചിഹ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിലെ M എന്ന അക്ഷരത്തിന്റെ ആ ചിഹ്നമാകുന്നു. ഈ ചിഹ്നം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുക. വ്യക്തമായി തന്നെ M സൈൻ നിങ്ങളുടെ കൈകളിലുണ്ട് എങ്കിൽ ചില അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിൽ ആദ്യത്തേത്, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും അത് പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പ്രധാനപ്പെട്ട ഫലം. അതിനാൽ ആ വ്യക്തികൾക്ക് വിജയങ്ങൾ എപ്പോഴും സുനിശ്ചിതമായിരിക്കും. എത്ര പ്രയാസമേറിയ വിജയങ്ങളും അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ 2 കൈകളിലും ഒരേപോലെ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഇടത് കൈയിലാകുന്നു. ഇടത് കൈയിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഈ ചിഹ്നം വരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ആ സ്ത്രീകൾക്ക് ബുദ്ധിശക്തി എപ്പോഴും കൂടുതലായിരിക്കും എന്നാണ് പറയുക. ഒന്നും പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നതല്ല. എല്ലാം കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അവർ ആ കാര്യം ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നന്നായി ചിന്തിക്കുന്നവരും ചിന്താശേഷിയുള്ളവരുമായി മാറും എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. കഠിനാധ്വാനത്താൽ ലക്ഷ്യങ്ങൾ ഇവർക്ക് നേടുവാൻ സാധിക്കും. അത് എത്ര തടസ്സങ്ങളുണ്ട് എങ്കിലും ആ ലക്ഷ്യങ്ങൾ ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഇവർക്കും പരാജയങ്ങൾ അനുഭവപ്പെടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ശ്രമങ്ങൾ നടത്തിയാൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു. പുരുഷന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് കൈയാണോ ആ കൈയിൽ വരുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ 2 കൈയിലുണ്ട് എങ്കിലും അതും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ തീർച്ചയായും പുരുഷന്മാർക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയും അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഫലം. ഇനി X എന്ന ചിഹ്നമാണ് നിങ്ങളുടെ കൈകളിൽ ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ചിഹ്നം വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന കാര്യം ഓർക്കുക. ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് നിങ്ങൾക്ക് ഇതിലൂടെ പ്രകടമാകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചിഹ്നം കാണുകയാണ് എങ്കിൽ തീർച്ചയായും വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ സ്വന്തം കഴിവിനാൽ എല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ആ വ്യക്തികൾക്ക് നേട്ടങ്ങൾ, ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലം ആകുന്നതിനാൽ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കും. സ്വന്തം കഴിവും പ്രധാനമാണ് എങ്കിലും ഈ കാര്യങ്ങൾ സംഭവിക്കും. കൂടാതെ നിങ്ങൾ കഠിനാധ്വാനികളാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഏതൊരു കാര്യത്തിലും യാതൊരു മുഷിപ്പും കൂടാതെ പ്രവർത്തിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കൂടാതെ ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം വഴിമാറും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം അതിസമ്പന്ന യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ആഡംബരപരമായ ജീവിതം നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും.
അതിനാൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട് എന്നതാണ് വാസ്തവം. ഒരു കൈയിൽ മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് ഫലങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കും. അവർക്ക് തീർച്ചയായും വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അവർക്ക് ഭാഗ്യവും അനുകൂലമാകുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പറയാം. കൂടാതെ പല കാര്യങ്ങൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രശസ്തി എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്രയും സൗഭാഗ്യങ്ങൾ ഒരു കൈയിൽ മാത്രം വന്നാൽ അവർക്ക് വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ മറ്റുള്ളവരോട് ഇവർ ഒരിക്കലും പൊറുക്കില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മനസ്സിലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും ആ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾക്ക് മുൻപ് സംഭവിച്ച ചതികൾ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. അതിനാൽ ഒരു കാര്യവും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ രണ്ട് കൈയിലുമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരിച്ചാലും ഓർമ്മിക്കപ്പെടുന്നവർ എന്നതാണ് വാസ്തവം. അതായത് ഇവർ അത്രയധികം പ്രശസ്തരായി തീരും. അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നതാണ് വാസ്തവം. അതിനാൽ അത്രമേൽ പ്രശസ്തി ഇവർക്ക് വന്നു ചേരും. ഇവരുടെ കർമ്മ മേഖല അല്ലെങ്കിൽ ഇവരുടെ കഴിവിനാൽ ഇവർ ലോകം അറിയപ്പെടും എന്നതാണ് വാസ്തവം. അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ചിഹ്നമാണ് രണ്ട് കൈയിലും എക്സ് എന്ന ചിഹ്നം. അത് അപൂർവങ്ങളിൽ അപൂർവമാകുന്നു. അതിനാൽ 3% പേർക്ക് മാത്രമാണ് ഈ ചിഹ്നം കയ്യിൽ ഉണ്ടാവുള്ളൂ എന്നതാണ് വാസ്തവം. അതിനാൽ അവർ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്വങ്ങളാകുന്നു. അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ കൈകളിൽ ഈ ചിഹ്നമുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി ഞാൻ പറയുന്ന ഈ ചിഹ്നം നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അതും മഹാഭാഗ്യമാണ് എന്നതാണ് വാസ്തവം. പറഞ്ഞു വരുന്നത് വി എന്ന ചിഹ്നമാകുന്നു. വി എന്ന ചിഹ്നം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില സവിശേഷമായ സ്വഭാവ പ്രത്യേകതകൾ, സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. ആദ്യത്തേത്, ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഈ സുഹൃത്തുക്കൾ പല അവസരങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നവരായിരിക്കും. അത്തരത്തിൽ നിരവധിയാർന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. കഠിനാധ്വാനികളാണ് നിങ്ങൾ എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ഏതൊരു കാര്യവും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് ഉള്ളവരാകുന്നു. മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യമാകുന്നു. ഏതൊരു കാര്യവും നിങ്ങൾക്ക് നൽകിയാൽ അത് നന്നായി ചെയ്യുന്നവരാണ് നിങ്ങൾ. നന്നായി ചെയ്ത് അതിൽ വിജയങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത്. 35 വയസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. അതുവരെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട സൗഭാഗ്യങ്ങൾ 35 വയസ്സിന് ശേഷമായിരിക്കും വന്നു ചേരുക. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖല, അതേപോലെ തന്നെ ബിസിനസ് പരമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായി പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിരവധിയാർന്ന സൗഭാഗ്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഹൃദയരേഖയുടെ തുടക്കത്തിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കരുതുന്നത്. അപൂർവം വ്യക്തികൾക്കാണ് ഇപ്രകാരം സംഭവിക്കുക. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മഹാഭാഗ്യശാലികളാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ ഒരിക്കലും വരാതിരിക്കുന്നതല്ല. നിങ്ങൾ കഷ്ടതയിലോ ദുരിതത്തിലോ ആണ് എങ്കിൽ പോലും ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. മറ്റു ചില കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും. അതിൽ പ്രധാനമായ കാര്യങ്ങൾ, നിങ്ങൾ ആത്മാർത്ഥത ഉള്ള വ്യക്തികളാകുന്നു. ഏത് കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ വളരെയധികം വിശ്വാസമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും.
എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. നല്ല കാലത്തും മോശം കാലത്തും സുഹൃത്തുക്കൾ, അതിൽ എല്ലാ സുഹൃത്തുക്കൾ എന്ന് പറയുന്നില്ല, ചില സുഹൃത്തുക്കൾ ഒപ്പം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ നല്ല സുഹൃത്താണ് എങ്കിൽ ആ സുഹൃത്തുക്കളെ എപ്പോഴും കൂടെ നിർത്തേണ്ടത് ശുഭകരമായ കാര്യമാകുന്നു. അങ്ങനെ ഒപ്പം നിർത്തണം എന്ന് തന്നെ പറയാം. സമൂഹത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിൽ വ്യക്തമായ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും. അത് ഇപ്പോൾ ചിലപ്പോൾ അത്തരം അവസ്ഥയിലൂടെയാകാം ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കാത്ത് സൗഭാഗ്യം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഭാവിയിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളാണ് നിങ്ങൾ. ഈ ചിഹ്നം കാണുന്നത് ദൈവാനുഗ്രഹമാണ്,